ബിസ്മില്ലാഹിർ റഹ്മാനിർ റഹീം. അൽഹംദുലില്ലാഹ് വസ്സലാത്തു വസ്സലാമു അലാ അഷ്റഫി റസൂലില്ലാഹ്. ബഹുമാനമുള്ള മുഅ്മിനീങ്ങളെ, പരിശുദ്ധമായ ഷഅബാൻ തിങ്കളായിട്ട് നാല് കടന്നു വന്നിട്ടുള്ളൂ. വലിയ മഹത്വമുള്ള തിങ്കൾ. പണ്ടേ ഞങ്ങൾ ഷഅബാൻ്റെ ಬಗ್ಗೆ ധാരാള കേട്ടോണ്ടേ ഉള്ള പരിശുദ്ധമായ 3 തിങ്ക അള്ളാഹു ഒട്ടൊട്ടികയിട്ടേ നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങൾ ഉമ്മത്ത് കേട്ട് തന്നു വെച്ചിറ. അതിൽ ഒരു തിങ്കൾ ഈ വർഷത്തെ കഞ്ഞി പൈത്ത് റജബ്. ഇനി പരിശുദ്ധ റമദാൻ പിറകു പോണ്ടു. ಅದರ ನಡುವಿലുള്ള ತಿಂಗಳು ഷഅബാൻ തിങ്കൾ. ಆ ഷഅബാൻ ചെല്ലോ ಆ ಪದ ಅದುವೇ ಆ ತಿಂಗಳ ಮಹತ್ವ ಎಂದುಂಟು ನಂಗೆ ತೆರಿಬಾಟಿದಂಟು. ನುಸ್ಹത്തുൽ മജാലിസല്ലോ കിതാബുൽ കാണുക സാധ്യമാവുള്ളൂ. ഷഅബാൻ ചൊല്ലുമ്പോൾ അതിൽ 5 അക്ഷരമുണ്ട്. ആ 5 അക്ഷരം ഓരോരോ ആശയത്തായിട്ടിക്കറ് നമുക്ക് പടിപാട്ടിതുണ്ട്. ഒന്നാമത്തെ ഹർഫ് ഷീൻ ചെന്നെങ്കിൽ ഷറഫ്, മഹത്വമാണ്. അപ്പോൾ ഈ തിങ്കൾ വലിയ മഹത്വമുള്ള തിങ്കൾ. രണ്ടാമത്തെ അക്ഷര ഐൻ എന്നെങ്കിൽ അൽ ഉലു, അത്യുന്നതി, ഉന്നതമായ തിങ്കളായിട്ടിക്കറ് ഈ തിങ്കൾ. മാത്രമല്ല ഈ തിങ്കളിലോ നല്ല നിലക്ക് സതുപയോഗമാക്കി ഉണ്ടായെങ്കിൽ ഉന്നതമായ സ്ഥാനമാനം കിട്ടറ്. മൂന്നാമത്തെ ഹർഫ് ബാ ചെന്നാൽ ബിർ, നന്മ തിങ്കളിത്. നാലാമത്തത് അലിഫൈറ്റിക്കർ അൽ ഉൽഫത്ത്, വലിയൊരു ബാന്ധവ്യത്തെ തിങ്കൾ. അഞ്ചാമത്തെ ഹർഫ് നൂൻ ചെന്നെങ്കിൽ അന്നൂർ, പ്രകാശ. ഇതൊരു പ്രകാശത്തെ തിങ്കൾ. ഇങ്ങനെ ഷഅബാൻ ചെല്ല പദത്തിലുള്ള ഓരോ ഹർഫും മഹാന്മാർ അർത്ഥം കൊടുത്തത് നമുക്ക് കാണുക സാധ്യമാവട്ടെ. ഹദീസിൽ ഇത് സംബന്ധമായിട്ട്, ഈ തിങ്കൾ സംബന്ധമായിട്ട് ചുമ വിശദീകരിച്ചത് കാണുക സാധ്യമാവട്ടെ. നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങൾ പരിശുദ്ധമായ ഷഅബാൻ തിങ്കളിലോ പ്രത്യേകമായിട്ട് ഗമനം കൊടുത്തുകൊണ്ടിരുന്ന് ചുമ നോമ്പിടിച്ചുകൊണ്ടിരുന്നിട്ട് ഹദീസിൽ കാണുക സാധ്യമാവട്ടെ. ഇമാം ബുഖാരി റളിയല്ലാഹു അൻഹു ഉല്ലേഖനാക്കിയോ ഹദീസ് കണ്ട് മഹദിയായോ ആയിഷ റളിയല്ലാഹു അൻഹ വറദിയാക്കിർ. ആയിഷ റളിയല്ലാഹു അൻഹ ചെന്ന പലക്ക മാ റഅയ്തു റസൂലല്ലാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം ഇസ്തക്മല സിയാമ ഷഹ്റിൻ ഖത്തു ഇല്ലാ റമളാൻ. നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങൾ ഒരു തിങ്കൾ കംപ്ലീറ്റ് ആയിട്ട് നോമ്പിടിച്ചുകൊണ്ടിരുന്നു. അത് റമളാൻ തിങ്കൾ. ഒമാ റഅയ്തുഹു ഫി ഷഹ്റിൻ അക്സറ മിൻഹു സിയാമ ഫി ഷഅബാൻ. അതേ സന്ദർഭത്തിൽ പരിശുദ്ധമായിട്ടുള്ള ഷഅബാൻ, ആ ഷഅബാൻ തിങ്കളിൽ നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങൾ പിടിച്ചുകൊണ്ടിരുന്ന നോമ്പ് അതിനായിട്ട് യാറ പിന്നൊരു തിങ്കളിൽ പിടിച്ചത് എന്നാണ് കണ്ടിട്ടില്ല. അഥവാ ഷഅബാൻ തിങ്കൾ നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങൾ ധാരാളം നോമ്പ് പിടിച്ചുകൊണ്ടിരുന്നിട്ട് മഹദിയായോ ആയിഷ റളിയല്ലാഹു അൻഹ വിവരിക്കുന്നത് നമുക്ക് കാണുക സാധ്യമാവട്ടെ. നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങൾക്ക് ഷഅബാൻ തിങ്കൾ ഇബാദത്ത് എടുக்கிறോ, പ്രത്യേകമായിട്ട് നോമ്പ് എടുക്കുന്നത് വലിയ ഇഷ്ടമായിട്ട് നമുക്കിതിൽ മനസ്സിലാക്കാൻ സാധ്യമാവട്ടെ. മഹാനായ ഉസാമ ബിൻ സൈദ് റളിയല്ലാഹു അൻഹു ഒരു ഘടന വിവരിക്കുന്നത് കണ്ട് ഇമാം നസായി റളിയല്ലാഹു അൻഹു തൻ്റെ കിതാബിൽ ഉല്ലേഖനാക്കിയ ഈ ഒരു ഹദീസ്. മഹാനായ ഉസാമ റളിയല്ലാഹു അൻഹു വർക്കാൻ നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങളോട് ചെല്ല്, യാ റസൂലല്ലാഹ് ലം അറക തസൂമു ശഹറൻ മിനശ് ശുഹൂർ മാ തസൂമു മിൻ ഷഅബാൻ. നബിയെ, പരിശുദ്ധമായ ഷഅബാൻ തിങ്കൾ, ഈ തിങ്കളിൽ നിങ്ങൾ പിടിக்கிறത്ര നോമ്പും ബാക്കി തിങ്കളിലെന്തും ഇങ്ങനെ നോമ്പ് പിടിക്കുന്നത് ഞാൻ കണ്ടിട്ടില്ലല്ലേ. ഷഅബാൻ തിങ്കൾ വരുമ്പോൾ നിങ്ങൾ ഭയങ്കര ഭാരി നോമ്പ് പിടിക്കാറല്ലേ, ಇದಕ್ಕೆಲ್ಲ ಕಾರಣ ಎಂದರು ಉಂಟು. ಅಪ್ಪ ಸಯ್ಯಿದುನಾ ರಸೂಲುಲ್ಲಾಹಿ ಸ್ವಲ್ಲಲ್ಲಾಹು ಅಲೈಹಿ ವಸಲ್ಲಮ തങ്ങൾ കൊടുത്ത ഉത്തര ذلك شهر يغفل الناس عنه بين رجب ورمضان. ഈ തിങ്കൾ പരിശുദ്ധമായ റജബും റമളാൻ്റെ നടുവിൽ ബണ്ട തിങ്കൾ. അതുകൊണ്ട് മനുഷ്യന്മാർ യാറ ശ്രദ്ധിക്കാത്ത ഒരു തിങ്കൾ, അശ്രദ്ധയിലാവുമ്പോഴത്തെ തിങ്കളായിട്ട് ഈ തിങ്കൾ. ಅಥವಾ റജബ് വരുമ്പോൾ മനുഷ്യന്മാർ മുഅ്മിനീങ്ങ ഒന്ന് അലർട്ട് ആവുറാറ്. ഓ റജബ് വന്ന് ഇനി റമളാനുക്ക് കൊരിയമേ ഉള്ളൂ ഉണ്ട്. പിന്നെ രണ്ടാമതായിട്ട് റമളാൻ വരുമ്പോൾ ഒന്നുകൂടി ഫുൾ ആക്റ്റീവ് ആവുറാറ്, റമളാൻ ಬಂತല്ലേ. അതേ സന്ദർഭത്തിൽ ಇದರ നടുവിൽ ബണ്ടോ ഷഅബാൻഡോ അത്തരന്തും ആരും ശ്രദ്ധിക്കില്ല. നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങൾ ഉസാമ ബിൻ സൈദ് റളിയല്ലാഹു അൻഹു വിവരിച്ചു കൊടുത്തു ഉണ്ട്. മാത്രമല്ല പിന്നെയും നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങൾ വിവരിച്ചു കൊടുത്തു, വഹുവ ഷഹറുൻ തുർഫഉ ഫീഹിൽ അഅമാൽ ഇലാ റബ്ബിൽ ആലമീൻ. ഈ തിങ്കളിലേറ്റിക്കറ് റബ്ബുൽ ആലമീനായ
അള്ളാഹുഗു ഞങ്ങളെ അമല് അത് ഉയർത്തപ്പെടുകയുള്ളൂ അഥവാ മലക്കങ്ങ എല്ലാ ദാഖല സമർപ്പിക്കുകയുള്ളൂ ഈ തിങ്ങല് ഫഉഹിബ്ബു അൻ യുർഫ അമലി വ അന സ്വായിം. അതുകൊണ്ട് നൻ്റെ അമല് നക്ക് നോമ്പ് ഉള്ള സ്ഥിതിയിൽ അള്ളാഹുഗു സമർപ്പിക്കുന്നതായിട്ടിക്കറ് നക്കിഷ്ട. സയ്യിദുനാ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങൾ ചെന്നത് ഉസാമ ബിൻ സയ്യിദ് റളിയല്ലാഹു അൻഹു വിവരിച്ചത് ഇമാം നസായി റളിയല്ലാഹു അൻഹു ലേഖനാക്കിയറും. നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങൾ ധാരാളം നോമ്പ് പിടിച്ചുകൊണ്ടിട്ട് ഇതിലും നമുക്ക് മനസ്സിലാക്കാൻ സാധ്യമാവട്ടെ. പരിശുദ്ധമായോ ഷഅബാൻ തിങ്കൾ നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങൾ യാര നോമ്പ് പിടിക്കാനുള്ള കാരണ ഈ ഹദീസിൽ 2-3 കാരണം നമുക്ക് വ്യക്തമാക്കിയിട്ട് മനസ്സിലാക്കാൻ സാധ്യമാവും. ഒന്നാമതായിട്ട് ഈ തിങ്കൾ മനുഷ്യന്മാർ അശ്രദ്ധ ആവുമ്പോഴത്തോ വലിയൊരു ഗമന കൊടുക്കാണ്ടിക്കറോ അവഗണിക്കുമ്പോഴത്തെ ഒരു തിങ്കൾ കഴിഞ്ഞിട്ട് മനുഷ്യന്മാർ ഗഫ്ലത്താവുമ്പോഴത്തോ ഇബാദത്ത് കുറേ സന്ദർഭ ಅದಕ್ಕೆ ಯಾರ ಮಹತ್ವ ಇಟ್ಟಿಕ್ಕರುಳ್ಳೋ. ಉದಾಹರಣೆ ಚೊಲ್ಲುಂಟಾയെങ്കിൽ ಜಾವುಮಾನ ನಿಸ್ಕರಿക്കുമ്പോൾ ನಿಸ್ಕಾರ ತಹಜ್ಜುದ್ ನಿಸ್ಕಾರ വലിയ മഹത്വം ഉണ്ട്. കാരണം എന്തേ മനുഷ്യന്മാർ യാറായിട്ട് ഉറങ്ങിക്കൊണ്ടിരിക്കുന്ന ടൈം ആ ടൈമിൽ എഞ്ചി നിസ്കരിക്കുമ്പോൾ ಅದಕ್ಕೆ പവർ ಯಾರ ಬಂಡು മഹാന്മാർ വിവരിക്കുന്നത് കാണുക സാധ്യമാവുള്ളൂ. അഫ്ളലു സ്വലാത്തി ബഅദൽ മക്തൂബ സ്വലാത്തുൽ ലൈൽ. ജാവുമാന നിസ്കരിക്കുന്ന നിസ്കാര ഇട്ടിക്കറ് ഫർള് നിസ്കാര കഞ്ഞൽ പിന്നെ വലിയ ശ്രേഷ്ഠമായത്. കാരണം എന്തേ ലിഅന്നഹു വഖ്തു ഗഫ്ല യകൂനു നാസു ഫീഹി നായിമീൻ. മനുഷ്യന്മാർ ഉറങ്ങിക്കൊണ്ടിരിക്കുന്ന ടൈം മനുഷ്യന്മാർ ശ്രദ്ധിക്കാത്ത ടൈം ആ ടൈമിൽ എനിക്ക് നിസ്കരിക്കുകയുള്ളത് അത് വലിയ വിഷയമാണ്. അതുകൊണ്ട് ആ നിസ്കാരത്ത് ഏറെ മഹത്വമാണ്. പിന്നൊരു ഉദാഹരണ മഹാന്മാർ നമുക്ക് പടിപാട്ടത് കണ്ട് ഒരാൾ അങ്ങാടി പോണ്ടു സൂക്ക് പോണ്ടു സന്തക മാർക്കറ്റുക അവിടെ പോയിട്ട് ദിക്റ് ചെല്ലുമ്പോൾ ಅದಕ್ಕೆ ಯಾರ ಮಹತ್ವ കിട്ടുക. ഒരാൾ അങ്ങാടി പോയിട്ട് അവിടെ ദിക്റിയുണ്ട് മാർക്കറ്റ് പോകുമ്പോൾ അവിടെ ദിക്റിയുണ്ട് ಯಾರ മഹത്വം ഉണ്ടോ ഉണ്ട്. മഹാനായ അബൂ സ്വാലിഹ് റളിയല്ലാഹു അൻഹു ഉദ്ധരിക്കത് കണ്ട് ഇന്നല്ലാഹ യദ്ഹഖു മിമ്മൻ യദ്കുറുഹു ഫിസ്സൂഖ്. അങ്ങാടിയിൽ വെച്ചിട്ടും അള്ളാഹുക്ക് ദിക്ർ ചെല്ലാൽമാർ അങ്ങ അള്ളാഹുക്ക് വലിയ ഇഷ്ട അങ്ങനെ ഇബാദത്ത് അള്ളാഹു വലിയ മഹത്വം കൊടുക്കറ അങ്ങനെ ആ ഒരു പ്രവർത്തന അള്ളാഹുക്ക് വലിയ തൃപ്തിയാവിടൂ ചെന്നിട്ടായിട്ട് ഇതിനർത്ഥ. കാരണം മനുഷ്യന്മാർ അങ്ങാടി പോയെങ്കിൽ മാർക്കറ്റ് പോയെങ്കിൽ അങ്ങനോ വ്യവഹാര ബാണ്യത്തിലെ ബിസി ഇക്കറാർ ആ ടൈമിൽ ഒരാൾ അള്ളാഹുരെ നെരിച്ചിട്ട് ദിക്ർ ചെല്ലുണ്ടായെങ്കിൽ ಅದಕ್ಕೆ ಯಾರ ಮಹತ್ವ ಉಂಟು ಉಂಟು. അപ്പോൾ പരിശുദ്ധമായ ഷഅബാൻ മനുഷ്യന്മാർ ശ്രദ്ധിക്കാത്ത തിങ്കൾ ചൊമ്മ. അതുകൊണ്ട് ആ തിങ്കളിൽ നോമ്പ് പ്രത്യേകമായിട്ടും ശറഅക്കപ്പെട്ടിട്ടുണ്ട് ഉണ്ട്. രണ്ടാമതായിട്ട് നുപ്പാടെ വിശദീകരിച്ച ഹദീസിൽ വന്ന വിഷയ അള്ളാഹുഗു ഞങ്ങാക്കിയ അമൽ ഞങ്ങൾ ഓരോ ദാക്കലെ അതെല്ലാം സമർപ്പിക്കുകയുള്ളോ തിങ്കളായിട്ടിക്കറ് ഈ ഷഅബാൻ തിങ്കൾ. മൂന്നാമത്തെ കാരണം പരിശുദ്ധമായ റമദാൻ ബറുകൊണ്ടല്ലേ. ആ റമദാൻ ಬಂಡದಕ್ಕೆ ಮುನ್ನೋಲೆ ರಮಲಾನ್ നോമ്പുകു ഒരു ട്രെയിനിങ് ആവണം വെച്ചുള്ള ഉദ്ദേശത്തിൽ ഫസ്റ്റ് നോമ്പ് പിടിച്ച ഒരു ട്രെയിനിങ് ആവണല്ലേ. ഇങ്ങനെ ധാരാളം കാരണം നമുക്ക് കാണുക സാധ്യമാവട്ടെ. പിന്നെ ഇടയ്ക്ക് വെച്ചിട്ട് ഒരു മസാല ഞാൻ നെനപ്പാക്കറേൻ. സാധാരണ മുഅ്മിനീൻ കേൾക്കാർ ഷഅബാൻ പോണെങ്കിൽ പിന്നെ നോമ്പ് പിടിക്കാമാ ചെന്നിട്ട് അത് തീരെയുണ്ട്. ഫത്തുൽ മുഈനിൽ മഹാനായ സൈനുദ്ദീൻ മഖ്ദൂം റളിയല്ലാഹു അൻഹു വിവരിച്ചത് കാണുക സാധ്യമാവൂ. യഹ്റുമു സൗമു ബഅദ നിസ്ഫി ഷഅബാൻ. ഷഅബാൻ പോണെങ്കിൽ പിന്നെ പാതിൽ പിന്നെ നോമ്പ് പിടിക്കുന്നത് ഹറാമാവട്ടെ. ആയെങ്കിൽ മാലം മെസ്സിലുഹു ബിമാ ഖബല. എപ്പോൾ ഹറാമാവില്ല ചെല്ലെങ്കിൽ എല്ലാ സന്ദർഭത്തിലും എല്ലാവരും നോമ്പും ഷഅബാൻ പോണെങ്കിൽ പിന്നെ ഹറാമാവില്ല. ഒരാൾ ഷഅബാൻ പോണെങ്കിൽ മുന്നോലെ നോമ്പ് പിടിച്ചുകൊണ്ടുണ്ട്. കുറേ ആൾമാർ അങ്ങനെ ഇക്രാർ ഇടീ ഒരു തിങ്കൾ നോമ്പ് പിടിക്കുക ഷഅബാൻ തിങ്കൾ. അപ്പോൾ ഷഅബാൻ മുന്നോലെ നോമ്പ് പിടിച്ചുകൊണ്ടുണ്ട്. ഷഅബാൻ പോണെങ്കിൽ പിന്നെ അയാൾ കണ്ടിന്യൂ ആക്കുന്നുണ്ടായെങ്കിൽ ഒരു ഹറാമും ഇല്ല അങ്ങനെ പിടിക്കുക. ഔലം യുവാഫിഖ് ആദത്ത അല്ലെങ്കിൽ ഇയാൾക്ക് ആദത്തുണ്ട് നോമ്പ് പിടിച്ചിട്ട് ഷഅബാൻ പോണഞ്ചിക്ക് മുന്നോലും അയാൾ വ്യാലാസരൻ നോമ്പ് പിടിക്കാൾ ഉദാഹരണം അല്ലെങ്കിൽ തിങ്കളാഴ്ച നോമ്പ് പിടിക്കാൾ അങ്ങനത്തെ ആൾ ഷഅബാൻ പോണഞ്ച് കഴിഞ്ഞിട്ടും തിങ്കളാഴ്ച വരുമ്പോൾ വ്യാലാഴ്ച വരുമ്പോൾ നോമ്പ് പിടിക്കുക എന്തു തൊന്തരയില്ല അതെന്തു ഹറാമാവില്ല. അവിടെ നോമ്പ് പിടിക്കുക സുന്നത്തുണ്ടോ. ഔലം യകുൻ മിൻ നദർ അല്ലെങ്കിൽ നേർച്ച വെച്ച നോമ്പ് ഇയാൾ പണ്ട് നേർച്ച ആക്കിയിട്ട് നേർച്ച നോമ്പ് വീട്ടിട്ടില്ലാന്ന് ഷഅബാൻ പോണെങ്കിൽ പിന്നെ നേർച്ച വീടൊക്കെ തീരുമാനിച്ചെങ്കിൽ തൊന്തരയില്ല നേർച്ച വീട. ഔ കലായിൻ അല്ലെങ്കിൽ നോമ്പ് കലായിൻ കലാ വീട്ടിട്ടില്ല പോണെങ്കിൽ പിന്നെ കലാ വീട്ട് അങ്ങനെ ടൈം കലാ വീട്ടാ. ഇത് മഹാനായ മഖ്ദൂം റളിയല്ലാഹു അൻഹു നമുക്ക് വിവരിച്ചത് കാണുക സാധ്യമാവുള്ളൂ.
അപ്പോൾ ഇങ്ങനത്തെ സന്ദർഭത്തിലെല്ലാം ഷാബാൻ പോണെങ്കിൽ പിന്നെ നോമ്പിടിക്കുക, അല്ലെങ്കിൽ തീരാണ്ട് ഇത് നടത്താം. ഇനി ലാസ്റ്റ് ഒരു വിഷയം കൂടി ഞാൻ വിവരിக்கிறேன். പരിശുദ്ധമായ ഷാബാൻ തിങ്കളിൽ ധാരാളം ഘട്ടനകൾ നടന്നു. ധാരാളം ഘട്ടനയ്ക്ക് സാക്ഷിയായ തിങ്കളും ഒക്കെ ഈ ഷാബാൻ. ഒന്ന് രണ്ട് വിഷയം മാത്രം ഈ സന്ദർഭത്തിൽ നെനപ്പാക്കുക. ഒന്നാമതായിട്ട് തഹ്വീലുൽ ഖിബല, പരിശുദ്ധമായിട്ടുള്ള ഖിബല അത് മക്കത്തിಗೆ തിരിഞ്ഞോ കഅബത്തിಗೆ തിരിക്കപ്പെട്ടോ തിങ്കൾ കണ്ടു. അഥവാ പണ്ട് മക്കത്തിಗೆ തിരിഞ്ഞിട്ട് കഅബത്തിಗೆ തിരിഞ്ഞിട്ട് നിസ്കരിച്ചുകൊണ്ടിരുന്നു നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങൾ സ്വഹാബത്ത്. പോണേൽ തിങ്കൾ കാല നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങൾ ബൈത്തുൽ മുഖദ്ദസും തിരിഞ്ഞിട്ട് നിസ്കരിച്ചിട്ടിന്ത്. അള്ളാഹുവിന് പ്രത്യേകമായ ഓർഡർ ಬಂತಿಂತು. അത് പ്രകാരം പോണേൽ തിങ്കളും 3 നാൾ നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങൾ ബൈത്തുൽ മുഖദ്ദസ് തിരിഞ്ഞിട്ടിന്ത്. അത് മദീനത്ത് വന്നൽ പിന്നെ ആയെങ്കിൽ നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങൾ ഇഷ്ട കഅബത്തിയെ തിരിഞ്ഞെങ്കിൽ ആവാന്ത്. പരിശുദ്ധമായ ഖുർആൻ സൂറത്തുൽ ബഖറ 144 ആയത്തിൽ ആ കാര്യം നമുക്ക് വിശദീകരിച്ചു. നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങൾ ഇഷ്ട കഅബത്തിಗೆ ആവണുണ്ട്. അങ്ങനെ പോണേൽ തിങ്കളും 3 നാൾ കഴിഞ്ഞാൽ പിന്നെ അള്ളാഹുറോ വഹി പാഠം പണ്ട് നബിയെ ഇന്നിൽ പിന്നെ നിങ്ങൾ കഅബത്തിಗೆ തിരിഞ്ഞിട്ട് നിസ്കരിക്കറോ, തൊന്തരയില്ല. അപ്പോൾ ആ ഘട്ടനയ്ക്ക് സാക്ഷിയായ തിങ്കൾ ഈ പരിശുദ്ധമായ ഷാബാൻ തിങ്കളായിട്ട് കയറിയിട്ട് നമുക്ക് ഹദീസിൽ കാണുക സാധ്യമായിട്ടു. രണ്ടാമതായിട്ട് ഷഹ്റു സ്വലാത്തി അലൻ നബി സല്ലല്ലാഹു അലൈഹി വസല്ലം, നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങളുടെ മേൽ സ്വലാത്ത് ചൊല്ലനായ തിങ്കൾ കണ്ടു. ഷാബാൻ്റെ ಬಗ್ಗೆ നീങ്ങല്ല പണ്ടേ കേട്ടവർ പലക്കുണ്ട്. ഷാബാനു ഷഹ്രീൻ നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങൾ ചെന്നവർ. ഷാബാൻ നണ്ട തിങ്കൾ കണ്ടു. നണ്ട തിങ്കൾ ചെന്നെങ്കിൽ നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങളുടെ മേൽ സ്വലാത്ത് ചൊല്ലത് ഞങ്ങൾക്ക് കഡായല്ലേ, നിസ്കാരത്തിൽ ചെന്നിട്ടേ വേണം. അല്ലാത്ത സന്ദർഭത്തിൽ സ്വലാത്ത് ചെന്നെങ്കിൽ വലിയ പുണ്യമുണ്ട്, വലിയ മഹത്വമുണ്ട്. അപ്പോൾ ഖുർആൻ ഞങ്ങൾക്ക് നിർദ്ദേശം തന്നവർ. ഇന്നല്ലാഹ മലായികതഹു യുസല്ലൂന അലൻ നബി യാ അയ്യുഹല്ലദീന ആമനു സ്വല്ലു അലൈഹി വസല്ലിമു തസ്ലീമ. ചൊല്ലോ പരിശുദ്ധമായ ഖുർആൻ്റെ ആയത്ത്. ഈ ആയത്ത് അവതീർണമായ തിങ്കൾ അത് ഷാബാൻ തിങ്കൾ. ഈ ആയത്ത് അവതീർണമായ ഷാബാൻ തിങ്കൾ. അതുകൊണ്ട് പ്രത്യേകമായിട്ട് നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങളുടെ മേലെ സ്വലാത്ത് ചെല്ലണോ, സ്വലാത്ത് ചെല്ലനായ തിങ്കൾ. മഹാനായ ഇബ്നു അബി സ്വൈഫ് അൽ യമനി റളിയല്ലാഹു അൻഹു വിശദീകരിക്കുന്നത് കണ്ട് ഇന്ന ഷഹ്റ ഷഅബാൻ ഷഹ്റു സ്വലാത്തി അലൻ നബി സല്ലല്ലാഹു അലൈഹി വസല്ലം. ഷഅബാൻ തിങ്കൾ നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങളുടെ പേരിൽ നബി തങ്ങളുടെ മേൽ സ്വലാത്ത് ചെല്ലനായ തിങ്കൾ. ഇമാം ഖസ്തലാനി റളിയല്ലാഹു അൻഹും ഇതേ ആശയ വിശദീകരിച്ചതായിട്ട് ഞങ്ങൾക്ക് കാണുക സാധ്യമാവുള്ളൂ. അതുകൊണ്ട് പ്രിയപ്പെട്ട മുഅ്മിനീങ്ങളെ ഞങ്ങൾ ധാരാളം സ്വലാത്ത് ചൊല്ലുക. സ്വലാത്ര മഹത്വ വിശദീകരിക്കുന്ന അകത്തിയല്ല, പണ്ടേ കേട്ടിട്ടുള്ള. സ്വലാത്തുക്ക് ഒരു പ്രത്യേകമായ ഷർത്ത് ഫർളുണ്ട് എന്തില്ല, കണ്ടീഷനില്ല. എങ്ങനെ ചെന്നെങ്കിലും ഹൃദയ സാന്നിധ്യം ഇല്ലാണ്ട് ചെന്നെങ്കിലും സ്വലാത്ത് കബൂലാവട്ടെ. അങ്ങനത്തെ ഒരു വലിയ ഇബാദത്ത്. അപ്പോൾ സ്വലാത്തുക്ക് ആജ്ഞ വന്നു തിങ്കൾ ഈ പരിശുദ്ധമായ ഷഅബാൻ തിങ്കൾ. ഇങ്ങനെ ധാരാളം മഹത്വം നിങ്ങൾക്ക് കാണുക സാധ്യമാവുള്ളൂ. ഇതെല്ലാം മനസ്സിലാക്കിയിട്ട് ഷഅബാൻ തിങ്കളുടെ ഞങ്ങൾ ഇബാദത്ത് മൂലക്ക, നോമ്പ് മൂലക്ക, സ്വലാത്ത് മൂലക്ക, ബാക്കി അമൽ മൂലക്ക ധന്യമാക്കിയിട്ട് പരിശുദ്ധമായ റമളാൻ തിങ്കളുടെ നല്ല നിലക്ക് ഞങ്ങൾ സ്വീകരിക്കുക, സ്വാഗതാക്കുക. അള്ളാഹു നമുക്ക് തൗഫീഖ് ചെയ്ത് അനുഗ്രഹിക്കുമാറാകട്ടെ. അല്ലാഹുമ്മ ബാരിക് ലനാ ഫി റജബി വ ശഅബാൻ വബല്ലിഗ്നാ റമളാൻ. അള്ളാഹു നമുക്ക് റമളാൻ ഷരീഫ് എത്തുവാറ്റി തരട്ടെ. ഇബാദത്ത് നിർവഹിക്കുക അള്ളാഹു തൗഫീഖ് ചെയ്യട്ടെ. സല്ലല്ലാഹു അലാ മുഹമ്മദ് സല്ലല്ലാഹു അലൈഹി വസല്ലം. സല്ലല്ലാഹു അലാ മുഹമ്മദ് സല്ലല്ലാഹു അലൈഹി വസല്ലം. അല്ലാഹുമ്മ സ്വല്ലി അലാ മുഹമ്മദ് യാ റബ്ബി സ്വല്ലി അലൈഹി വസല്ലം.